ഏറ്റവും സജീവമായ സാഹിത്യ രൂപമാണ് ഫ്ലാഷ് ഫിക്ഷൻ. മലയാളത്തിൽ ഇതിനെ മിനിക്കഥ എന്നല്ല മിന്നൽ കഥ എന്നാണ് വിളിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ഒരു ചെറിയ കഥയ്ക്ക് ഒരു ഗ്രാമത്തെ ഇളക്കി പറിക്കാൻ കഴിയുമെങ്കിൽ ചെറിയ കഥയാണ് വലിയ കഥ എന്ന് എൻ്റെ അബോധ മനസ്സിൽ ആരോ കുറിച്ചിട്ടിട്ടുള്ളത് കൊണ്ടാകണം ഞാൻ പിൽക്കാലത്ത് കുറുങ്കഥകൾ ധാരാളമായി എഴുതിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായനക്കാരാണ് ഏറ്റവും വലിയ നിരൂപകർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോറീസ് നോട്ട് ഓഫ് ആറ്റംസ് എന്ന് പറയാറുണ്ട്. ഈ ലോകം കഥകൾ കൊണ്ടുകൂടി നിറഞ്ഞതാണ്. ഹിറ്റ്ലർ ഒരു സസ്യബുക്കാണ്. ഹിറ്റ്ലറുടെ മുന്നിലെ ഇലയിൽ തുമ്പപ്പൂ ചോറ്, എരിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, തോരൻ, പുളിയിഞ്ചി. ഇലയുടെ മൂലയിൽ ഒരു ജൂതനെ പൊരിച്ചു വെച്ചത് ആരും കണ്ടില്ല. കഥ വായിക്കാൻ മാത്രമുള്ളതല്ല, കഥ പറയാൻ കൂടിയുള്ളതാണ്, കഥ കാണാൻ കൂടിയുള്ളതാണ്, കഥ കേൾക്കാൻ കൂടിയുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അരമണിക്കൂറാണ് സമയം. പക്ഷേ ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇതേ സമയം തന്നെ എനിക്ക് വേറൊരു വേദിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലും സംബന്ധിക്കാനുണ്ട്. ഏതായിരുന്നാലും ചെറിയ കഥകളെക്കുറിച്ച്, മിന്നൽ കഥകളെക്കുറിച്ച് ഒരു നീണ്ട പ്രഭാഷണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കഥകളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ കഥകൾ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ ചെറിയ മിന്നൽ കഥകളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഒരു വലിയ കഥയുടെ വാരിയെല്ലുകൾ കൊണ്ട് ചെറുതിൽ ചെറുതായ ഒരു കഥയുണ്ടാക്കാനാവില്ല. എന്നാൽ ഒരു ജീവിതത്തിൻ്റെ വാരിയെല്ലുകൾ കൊണ്ട് ഒരു കൊച്ചു കഥയുണ്ടാക്കാം. 6 വരികളിലോ 10 വരികളിലോ എഴുതുമ്പോഴല്ല ഒരു കൊച്ചു കഥ പിറക്കുന്നത്. ജീവിതം പിഴിഞ്ഞ് സത്തുണ്ടാക്കി ഇത്തിരി കണ്ണീരും ചേർത്ത് തപസ് ചെയ്യുമ്പോഴാണ് ഒരു കൊച്ചു കഥയുണ്ടാകുന്നത്. ഒരു വാക്ക് പൊട്ടിച്ചു നോക്കുമ്പോൾ തീ, മറ്റൊരു വാക്കിൽ നിലാവ്, മൂന്നാമത്തെ വാക്കിൽ മഞ്ഞ്. അപ്പോൾ ഞാൻ പറയും, ദൈവമേ, ഇതൊരു കൊച്ചു കഥയാണല്ലോ. ഊതി ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വലുതാക്കാം. വാക്കുകൾ കുത്തി നിറച്ച് വീർപ്പിച്ചാൽ ഒരു കഥയാവില്ല. ഊതി വീർപ്പിച്ച പൊങ്ങച്ചത്തിനെതിരെ ഒരു കൊച്ചു കഥയുടെ മുന കൊണ്ട് ഒരു കുത്ത്. ചട്ടികളിൽ വളർത്തുന്ന ബോൺസായി ചെടിയല്ല ചെറിയ കഥ. വലിയ കഥയുടെ ചെറിയ രൂപമേയല്ല അത്. കഥയും കവിതയുമല്ലാത്ത ഒന്ന്. ഒരു വേള ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. എന്നോട് സുഹൃത്ത് ചോദിച്ചു, ഈ ഇത്തിരി വരികളിൽ എന്ത് കഥയാണുള്ളത്? ഞാൻ പറഞ്ഞു, പൊട്ടിച്ചു നോക്കൂ. അവൻ പൊട്ടിച്ചു നോക്കി. അതിൽ നിന്ന് തെറിച്ച് വീണത് ജീവിതം. ചെറുത് വലുതാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് ലിഡിയ ഡേവിസ്. കൊച്ചു കഥകളിലൂടെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി. ഹൗ ഷോർട്ട് ഈസ് ദ ഷോർട്ട് സ്റ്റോറി? ചെറിയ ചെറുകഥ എത്ര ചെറുതാണ് എന്ന് ചോദിച്ചാൽ ഈ അമേരിക്കൻ എഴുത്തുകാരി പറയും, ഒറ്റ വരി. വലിയ ക്യാൻവാസിൽ വലിയ കഥ പറയുന്നത് പോലെ തന്നെ പ്രയാസമേറിയതാണ് ചുരുങ്ങിയ വാക്കുകളിൽ ജീവിതം വരച്ചിടുക എന്നതും. ചെറുതാകുന്തോറും എഴുതാൻ ക്ലേശമേറി വരുന്നതാണ്, ലഘുനിബദ്ധമാണ് കഥ. അത് ഒരു വാക്കുകൊണ്ടോ അരവാക്കുകൊണ്ടോ സൃഷ്ടിക്കാൻ അറിയണം. അതൊരു അഗ്നിസ്ഫുലിംഗമാണ്, ആനന്ദമാണ് എന്ന് റഷ്യൻ നിരൂപകൻ മിഖായിൽ പ്രഷ്നേവ്. ഫ്ലാഷ് ഫിക്ഷൻ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. ഏറ്റവും സജീവമായ സാഹിത്യ രൂപമാണ് ഫ്ലാഷ് ഫിക്ഷൻ. മലയാളത്തിൽ ഇതിനെ മിനിക്കഥ എന്നല്ല
മിന്നൽ കഥ എന്നാണ് വിളിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ എഴുതുന്ന മിന്നൽ കഥകളിലേക്ക് വരാം. ചെറുതിൽ ചെറുതായ കഥകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ എഴുതിയത് ഞാനായിരിക്കും. ഈ കഥകൾ ഇംഗ്ലീഷ്, അറബി, തെലുങ്ക്, തമിഴ്, ബംഗാളി ഭാഷകളിലൊക്കെ മൊഴിമാറ്റം ചെയ്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചെറുതിൽ ചെറുതായ കഥകൾ? പലപ്പോഴും കോളേജുകളിലൊക്കെ പോകുമ്പോൾ എന്നോട് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ചെറിയ കഥകൾ? അപ്പോൾ എൻ്റെ ആദ്യ കഥയുടെ ആദ്യാനുഭവം ഞാനിവിടെ പറയാം. വിസ എന്ന ഒരു ചെറിയ കഥ, ഒരു 12 വരി കഥയായിരുന്നു ഞാൻ ആദ്യമായി എഴുതിയത്. അതെഴുതിയത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ. വളരെ നിർദോഷമായ ഒരു കഥ. 60കളുടെ അവസാനം 70കളുടെ തുടക്കം, എല്ലാവരും ഗൾഫിൽ പോകുന്ന ഒരു കാലം. എൻ്റെ നാട്ടിലടക്കം ഒരു വീട്ടിൽ നിന്ന് ഒരു ഗൾഫുകാരനുണ്ടാകും. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എൻ്റെ തൊട്ടടുത്ത കുറുവന്തേരി എന്ന ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു കഥ എഴുതുന്നു. വിസ ഒരു മുസ്ലിം വീടാണ്, മരിച്ച അന്തരീക്ഷം. മരിച്ച വീട്ടിൽ റോത്ത്മാൻസിൻ്റെ പുകച്ചുരുളുകളുണ്ട്, ഖുർആനിൻ്റെ ഈണമുണ്ട്, പെർഫ്യൂമിൻ്റെ ഗന്ധമുണ്ട്. മരിച്ച വീട്ടിൽ കള്ളിക്കുപ്പായമിട്ട കുറുവന്തേരിക്കാർ രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ മയ്യത്ത് കട്ടിലിൽ ഈ മരിച്ചാൾ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ പോസ്റ്റ്മാൻ അച്യുതൻ കടന്നു വരുന്നു. എൻ്റെ നാട്ടിലെ പോസ്റ്റ്മാൻ്റെ പേര് തന്നെയായിരുന്നു ഞാൻ കഥയിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഈ മയ്യത്ത് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അയാൾ ചോദിക്കുന്നു, എൻ്റെ വിസ വന്നോ? വളരെ നിർദോഷമായ ഒരു 12 വരി കഥ. പക്ഷേ ഈ കഥ നാട്ടിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ഇന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഒരു കഥയുടെ പേരിൽ ആ നാട്ടിലൊരു പ്രതിഷേധ യോഗം ചേർന്നു. പിൽക്കാലത്ത് സൽമാൻ റുഷ്ദി കുറുവന്തേരിയിൽ എന്ന പേരിൽ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് വാരാന്തപ്പതിപ്പിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. അവിടെ നിന്ന് ആൾക്കാരെന്നോട് ചോദിക്കാൻ വന്നു, നീയാണോ ഈ കഥ എഴുതിയത്? ഒരു സമുദായത്തെ, ഒരു നാടിനെയൊക്കെ നീ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന്. പക്ഷേ എൻ്റെ കൂടെയും കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഉറച്ചു നിന്നതുകൊണ്ട് അതിനെ എനിക്ക് അപ്പോൾ നേരിടാനായി. ആ കഥയുടെ കേസ് അങ്ങനെ പറഞ്ഞ് രാജിയായി. പക്ഷേ പിൽക്കാലത്ത് ബാലനായ എൻ്റെ മനസ്സിൽ ആരോ കോറിയിട്ടു, ആരോ കുറിച്ചിട്ടു, ചെറിയ കഥയാണ് വലിയ കഥ. ഒരു ചെറിയ കഥക്ക് ഒരു ഗ്രാമത്തെ ഇളക്കി പറിക്കാൻ കഴിയുമെങ്കിൽ ചെറിയ കഥയാണ് വലിയ കഥ എന്ന് എൻ്റെ അബോധ മനസ്സിൽ ആരോ കുറിച്ചിട്ടിട്ടുള്ളത് കൊണ്ടാകണം ഞാൻ പിൽക്കാലത്ത് കുറുങ്കഥകൾ ധാരാളമായി എഴുതിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ കഥയാണ് വലിയ കഥ എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചത് ആ സംഭവമാണ്. SMS-ഉം വാട്സാപ്പും മൊബൈലും ഒക്കെ ഇല്ലാത്തൊരു കാലത്ത് ഈ കഥകൾ വായിച്ച് കത്തെഴുതിയവരെ ഓർമ്മിക്കുന്നു. വായനക്കാരാണ് ഏറ്റവും വലിയ നിരൂപകർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരയച്ച അന്നത്തെ കത്തുകളൊക്കെ ഞാനൊരു ഫയലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിത്യചൈതന്യ യതി മുതൽ ഒരു മദിരാശിയിലെ സാധാരണക്കാരനായ ഒരു ബാർവാല വരെ എഴുതിയ കത്തുകൾ ഇന്നും ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് പിന്നീട് എനിക്കൊരിക്കൽ മേതിൽ രാധാകൃഷ്ണന് ഒരു കത്തെഴുതുകയുണ്ടായി. നീ എഴുതുന്നത് പ്രതികഥകളാണ്, അതിനെ മിനിക്കഥകളെന്ന് വിളിക്കരുത്, ചില ശ്രദ്ധേയമായ കവിതകൾ അതിലുണ്ട് എന്ന് പറഞ്ഞത് മേതിൽ രാധാകൃഷ്ണനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ സദ്യ എന്നൊരു കഥ എഴുതുകയുണ്ടായി. ആ കഥ എഴുതിയതിന് ശേഷം മലയാളത്തിലെ വലിയ ഒരു കഥാകൃത്ത്, മലയാളത്തിലെ മികച്ച കഥകൾ എഴുതുന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് എനിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. ആ കത്തിൽ ഒരു കാർഡ് അയച്ചു. ആ കാർഡും ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കാർഡിൽ എഴുതിയത് ഇതായിരുന്നു: എന്തിന് മഹാഭാരതം, ഇതാണ് കഥ. പിൽക്കാലത്ത് എൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ DC ബുക്സ് പുസ്തകമാക്കിയപ്പോൾ, സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ
എന്നോടൊരു മുഖവര എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുഖവര ആവശ്യമില്ല, മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷുടെ കത്ത് അതേ കൈപ്പടയിൽ അതിൽ കൊടുത്താൽ മതി എന്ന്. അങ്ങനെ എൻ്റെ DC പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത കഥകളുടെ മുഖക്കുറിപ്പായുള്ളത് ഇന്നും മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷുടെ ആ കത്തിലെ 1-2 വരികളാണ്. ഈ മിന്നൽ കഥകളിൽ പരിസ്ഥിതി കഥകളുണ്ട്, സ്ത്രീപക്ഷ രചനകളുണ്ട്, വർത്തമാനകാലത്തെ നോക്കിക്കാണുന്ന രചനകളുണ്ട്, രാഷ്ട്രീയ കഥകൾ ഒട്ടേറെയുണ്ട്. ഞാൻ പറയാറുണ്ട്, ഐ ആം എ പൊളിറ്റിക്കൽ റൈറ്റർ, ഞാനൊരു രാഷ്ട്രീയ എഴുത്തുകാരനാണ്. ഇത് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏതൊരു എഴുത്തുകാരനും അവൻ്റെ രചന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിലപാടുകൾ എന്നും ഞാൻ വിശ്വസിക്കുന്നു. നീതികേടിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുമ്പോൾ, നിരപരാധികളെ UPI കേസുകളിൽ അകപ്പെടുത്തി ജയിലിലടക്കുമ്പോൾ, വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ചില വിഭാഗങ്ങളെ അപരവൽക്കരിക്കപ്പെടുമ്പോൾ, ഫെഡറലിസവും സെക്യുലറിസവും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരെഴുത്തുകാരന് മിണ്ടാതനങ്ങാതിരിക്കാനാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണെൻ്റെ രാഷ്ട്രീയ നിലപാട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥകളെക്കുറിച്ച് പറയുന്നതിന് പകരം കഥകൾ പറയാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോറീസ് നോട്ട് ഓഫ് ആറ്റംസ് എന്ന് പറയാറുണ്ട്. ഈ ലോകം കഥകൾ കൊണ്ടുകൂടി നിറഞ്ഞതാണ്. ലിവിങ് ടു ടെൽ ദ ടെയിൽ, കഥ പറയാനായി ജീവിച്ചിരിക്കുക എന്നാണ് ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ആത്മകഥയുടെ പേര്. കഥ വായിക്കാൻ മാത്രമുള്ളതല്ല, കഥ പറയാൻ കൂടിയുള്ളതാണ്, കഥ കാണാൻ കൂടിയുള്ളതാണ്, കഥ കേൾക്കാൻ കൂടിയുള്ളതാണ്. പക്ഷേ ഇവിടെ നിന്ന് കഥ പറയുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്. പഴയ കാലമല്ല ഇത്. പണ്ട് ഒരധ്യാപകന് വന്ന് മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ പറയാമായിരുന്നു. ഇന്നൊരു അധ്യാപകൻ വന്ന് മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയി എന്ന് പറയുമ്പോൾ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറയും, സർ കാശിയിലേക്കല്ല മക്കയിലേക്കാണ് പോയത് എന്ന്. അപ്പോൾ ജെയിംസ് എന്ന് പറയുന്ന മറ്റൊരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറയും, മക്കയിലേക്കും കാശിയിലേക്കുമല്ല പോയത്, ജെറുസലേമിലേക്കാണ് എന്ന്. അപ്പോൾ മൂന്നാമത്തെ ഒരു കുട്ടി, പരമേശ്വരൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി എഴുന്നേൽക്കും, ഭാരതത്തിലെ വിശുദ്ധ നഗരത്തിൻ്റെ പേരല്ലാതെ മറ്റൊന്നും ഇവിടെ ഉച്ചരിക്കരുതെന്ന് ആജ്ഞാപിക്കും. ക്ലാസ് അലങ്കോലമാകും. അധ്യാപകന് മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ പോലും പറയാൻ കഴിയാതെ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു കറുത്ത കാലത്ത് നിന്ന് ഞാൻ ചില കഥകൾ പറയുകയാണ്. പൊന്ന്, എനിക്ക് പൊന്നുപോലെ ഇഷ്ടമാണവളെ. കുറേ സ്വർണത്തോടൊപ്പമാണ് അവളുടെ അച്ഛൻ അവളെ എനിക്ക് നൽകിയത്. ഞാനവളെ പൊന്നേ എന്നും എൻ്റെ തങ്കക്കുടമേ എന്നും വിളിച്ചു. കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത്, ഇവൾക്ക് എത്ര ക്യാരറ്റ്. അങ്ങനെയാണ് ഞാൻ അവളെ ഒരുക്കി മറ്റൊരാളായി പണിയാൻ തീരുമാനിച്ചത്. ആളിപ്പടരുന്ന തീജ്വാലയിൽ നിന്ന് ഉരുകുന്നേരം അവൾ വിളിച്ചു പറഞ്ഞു, 916 പരിശുദ്ധി. തീനാളങ്ങൾക്കും സ്വർണ്ണ വർണ്ണമായിരുന്നു. ഒറ്റയ്ക്ക് ഒരു കുട്ടി, അമ്മയെ കാണുന്നില്ല. കുഞ്ഞ് പരതി നടക്കുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ കീ കുഞ്ഞു വിരൽ കൊണ്ട് അമർത്തുകയാണ്. www.ammkanyi.com. ചേട്ടനെ കാണുന്നില്ല. ചാനൽ മഴയിൽ നനഞ്ഞ് പനിച്ചു കിടക്കുകയാണ്. പനിച്ചു കിടക്കുന്ന ചേട്ടനെ എവിടെയാണ് തപ്പേണ്ടത്? ഏട്ടൻ എവിടെയാണ് ഉറങ്ങുന്നത്? കുഞ്ഞ് പതുപതുത്ത വിരൽ കൊണ്ട് പരതുകയാണ്. www.ഏട്ടൻകളി.com. അച്ഛനെ കാണുന്നില്ല. മേശപ്പുറത്ത് ബാക്കി വെച്ച വിഷക്കോപ്പയിലില്ല. താഴത്ത് വീണ് കിടക്കുന്ന വർത്തമാനപത്രത്തിലില്ല. നോം ചോംസ്കിയിലും ദറിതയിലുമില്ല. തപ്പി നോക്കുകയാണ്. www.achantanal.com. മുത്തശ്ശിയെ തപ്പുന്നില്ല. തൻ്റെ കഥകൾ ചുരുട്ടിക്കൂട്ടി യാത്ര പോയിട്ട് കാലം കുറേയായി. പരലോകത്തിൻ്റെ വെബ്സൈറ്റിൽ
ഈ കുഞ്ഞു വിരൽ കൊണ്ട് എങ്ങനെ തപ്പാനാണ്? വീട് രാവിലെ എണീറ്റ് അമ്മ കണ്ണ് തിരുമ്മുന്നതിന് മുമ്പ് ടി വിയുടെ സ്വിച്ച് തിരുമ്മി പാതിരാത്രിക്ക് ശേഷം കാണിച്ച സിനിമ ഒന്നുകൂടി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ടി വിയുടെ നിഴലിൽ മയങ്ങി പുതിയ സിനിമ. വൈകുന്നേരം ചായക്കപ്പുമായി വന്ന് ടി വിക്ക് മുന്നിൽ വീണ്ടും സിനിമ. മോൻ മടിയിൽ നിന്നിറങ്ങി പുറത്തു പോയി വീടിൻ്റെ പേരെഴുതിയ ബോർഡ് എടുത്ത് മാറ്റി അവിടെ ഒരു പുതിയ ബോർഡ് വെച്ച് തിരിച്ചു വന്നു. ശ്രീലക്ഷ്മി ടാക്കീസ്. ഹിറ്റ്ലർ ഒരു സസ്യബുക്കാണ്. ഹിറ്റ്ലറുടെ മുന്നിലെ ഇലയിൽ തുമ്പപ്പൂ ചോറ്, എരിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, തോരൻ, പുളിയിഞ്ചി. ഇലയുടെ മൂലയിൽ ഒരു ജൂതനെ പൊരിച്ചു വെച്ചത് ആരും കണ്ടില്ല. ഗസയിലെ ഒരു ശ്മശാനത്തിൽ റോന്തു ചുറ്റുകയായിരുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരന് നേരെ പറന്നു വന്ന ഒരു കല്ല്. പെട്ടെന്ന് പട്ടാളക്കാരൻ തോക്കെടുത്തു. കാണാവുന്ന ദൂരത്തൊന്നും ആരുമില്ല. പെട്ടെന്ന് ഖബറിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി. ഒറ്റയ്ക്ക് 7 ആകാശങ്ങളും 7 ഭൂമികളും സ്വന്തമായുള്ള ദൈവം ഒറ്റയ്ക്കാണ്. മനസ്സിൽ കടൽ പോലെ സ്നേഹം നിറയുമ്പോൾ നീയും ഒറ്റയ്ക്കാകുന്നു. ഒറ്റയ്ക്കാവുക എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനാവുക എന്നാണ് അർത്ഥം. കടലും നദിയും മനുഷ്യനും. ഒരു നദിയും വറ്റി വരണ്ട് മരിക്കുമ്പോഴും കടലിനോട് വെള്ളം ചോദിക്കാറില്ല. മനുഷ്യരെക്കാൾ അഭിമാനമുണ്ട് നദികൾക്ക്. വരദാനം ഒരു കാലടിയൊച്ച, പിന്നെ ഒരലർച്ച പോലെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. വാതിൽപ്പാളി തുറന്നു നോക്കിയപ്പോൾ അയാൾ തന്നെ. കടലാസ് നീട്ടി അയാൾ പറഞ്ഞു, നിങ്ങൾ ശ്വസിച്ച വായുവിൻ്റെ ബില്ല്. നിലപാട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുറ്റത്തെ മരങ്ങളും ചെടികളും പറഞ്ഞു, അകത്തു തന്നെ ഇരുന്നോളൂ, എല്ലാ ഓട്ടവും വെറുതെയാണ്. ഞങ്ങളെ നോക്കൂ, തലയുയർത്തി നിന്നിടത്ത് തന്നെ നിൽക്കുമ്പോൾ കിളികളും പൂമ്പാറ്റകളും ഇങ്ങോട്ട് വരും. ഒടുവിൽ ചെവിയിൽ ഇത്ര കൂടി മന്ത്രിച്ചു, നിന്നിടത്ത് തന്നെ നിൽക്കാൻ സ്വന്തമായൊരു നിലപാട് വേണം. അവസാനം ആധാർ. പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരൻ്റെ മുന്നിൽ നിന്ന് പട്ടാള വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുകൾ ചോദിച്ചു, ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടി കഥകളെക്കുറിച്ച് പറയണമെന്നും കഥകൾ വായിക്കണമെന്നുമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരിടത്ത് ഒരു പുസ്തക പ്രകാശനം കാത്തുകിടക്കുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിയമസഭയുടെ ഉപഹാരം സ്വീകരിക്കുവാനായി CPK പാർക്കടവ് സാറിനെയും ക്ഷണിക്കുന്നു.